മനഃപൂർവ്വം മറച്ചു പിടിക്കുന്നതാണ് അനീറ്റ ഞാൻ അവളുടെ കുട്ടി ഏതാണെന്ന്. കാരണം അവിടെ ഒരു പ്രശ്നമുണ്ട്. 70ഓളം കുടുംബങ്ങളുള്ള അവിടെ ആകെ 2 കുട്ടികളെ ഉള്ളൂ. അതായത് കൈക്കുഞ്ഞുങ്ങൾ അല്ല, 5 വയസ്സിൽ താഴെ തന്നെ ആകെ 2 എണ്ണം. പെൺകുട്ടികളെല്ലാം ഋതുമതിയാവുന്നത് മുതൽ ഒരു ഗുളിക കഴിക്കുമത്രേ അവിടെ. അതുകാരണം എല്ലാവരും മച്ചികളായി തീരുന്നു എന്നാണ്. അതൊരു നടുക്കുന്ന വാർത്തയാണല്ലോ. അവൾ അത് കുറിച്ചു വെച്ചു. എന്തിനായിരിക്കാം എല്ലാ പെൺകുട്ടികളും ഗുളിക കഴിക്കുന്നത്? നേരത്തെ കല്യാണം കഴിക്കുന്നവർ 18 കഴിഞ്ഞിട്ട് പ്രസവിച്ചാൽ മതി എന്ന് കരുതിയിട്ടാവാം. കുറെ പേർക്ക് അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളോട് വെറുപ്പായിട്ടാവാം. ഇതൊന്നുമല്ലാതെ പിന്നെ തങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഏതെങ്കിലും അധികൃതർ മരുന്ന് തീറ്റിക്കുന്നതുണ്ടാവുമോ? വകുപ്പിന്റെ ഒത്താശയില്ലാതെ എല്ലാവർക്കും എവിടെ നിന്ന് കിട്ടും ഈ ഗുളികകൾ? ഒന്നും ശരിക്കും നിർണയിക്കാനാകുന്നില്ല. ഇരുമുലൈക്കുടി. മുലകളുടെ ആകൃതിയിൽ 2 പാറകൾ ഒപ്പം നിൽക്കുന്നുണ്ടവിടെ. അതിനാൽ ആ പേര്. അയ്യേ, മുലകൾക്ക് എന്താണ് നാണക്കേട്? ഇരുമുലൈക്കുടി എന്ന ഊരിലേക്കുള്ള യാത്രയാണ് ഏറ്റവും ക്ലേശകരം. അവിടെ ചെന്നപ്പോൾ ഉറങ്ങാൻ ഇടം കിട്ടിയത് ആരോഗ്യ കേന്ദ്രത്തിലായിരുന്നു. കുടിയുടെ ഇങ്ങേ തലയ്ക്കൽ. അതിന്റെ കൊച്ചുമുറ്റം കഴിഞ്ഞാൽ ചുറ്റും കാടാണ്. ആനകളും കാട്ടുപോത്തുകളും പന്നികളും യഥേഷ്ടം വിലസുന്ന മേഖല. 30ഓളം മാടുകളെ ഒന്നിച്ചു കണ്ടിട്ടുണ്ട് രമേശൻ. പക്ഷേ തങ്ങളെ അവർ സാധാരണഗതിയിൽ ഒന്നും ചെയ്യില്ല എന്നയാൾ ആണയിട്ടു. കുറെ ചതുപ്പും ഒരരുവിയും പൊന്തക്കാടുകളും നിറഞ്ഞ ഒരു പ്രദേശം. അതിനോട് ചേർന്ന് വലിയ മരങ്ങളുടെയും വള്ളിപ്പടർപ്പുകളുടെയും കാട്. അവിടുത്തെ മൃഗങ്ങൾക്ക് കുടിയിലേക്ക് കയറി വരേണ്ട ആവശ്യമില്ലല്ലോ. ധാരാളം വിസ്തീർണമുണ്ടല്ലോ സൗര്യമായി വിഹരിക്കാൻ. ആദ്യത്തെ രാത്രി മുഴുവനും ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. മൃഗങ്ങൾ ആരെയെങ്കിലും കാണാൻ ഒത്താലോ. പക്ഷേ ആകെ ഒരു കാട്ടുപന്നിയെ മാത്രമേ കണ്ടുള്ളൂ. അതും ദൂരെ. ഒറ്റ പന്നിയും ആക്രമിക്കും നമ്മുടെ മുന്നിൽപ്പെട്ടാൽ. നിലാവില്ലാത്ത പക്ഷവുമായിരുന്നു. ദൂരെ ചില അനക്കങ്ങളോ മുരൾച്ചകളോ ഒക്കെ കേട്ടതുപോലെ തോന്നി എന്നു മാത്രം. പന്നിയെ കണ്ടതും നേരം വെളുത്തു തുടങ്ങിയിട്ടാണ്. തണുത്തു വിറച്ചുകൊണ്ട് കണ്ണിമയ്ക്കാതെ കാത്തിരുന്നത് പുകയനെ കാണാനായിരുന്നുവോ വാസ്തവത്തിൽ ഞാൻ? പുകയൻ എന്നൊരു ഇനം പുലിയുണ്ട്. കൂറ്റൻ. ഒറ്റയടിക്ക് കൊന്ന് അവിടെ ഇട്ടു തന്നെ തിന്നു തീർക്കും നമ്മളെ. കുടിയിലുള്ളവർ ഏറ്റവും ഭീതിയോടെ ഓർക്കുന്നത് പുകയനെയാണ്. ആരും നേരിൽ കണ്ടിട്ടില്ലെങ്കിലും കൂടി ആ സങ്കല്പം അത്രയും തീക്ഷ്ണം. മറ്റേതോ ഊരിൽ പോയപ്പോൾ അവിടെ ചെന്നായ്ക്കൾ കൂട്ടം കൂടി വന്ന് മനുഷ്യരെ കടിച്ചു കീറാറുണ്ടെന്ന് കേട്ടു. പക്ഷേ ഇവിടെ ചെന്നായി ഇല്ലല്ലോ. അത് മൗഗ്ലിയുള്ള കാട്ടിലല്ലേ. അത് പിന്നെ കണക്കിൽപ്പെടാത്ത കഴുതപ്പുലിയാകാം. അല്ലെങ്കിൽ കാട്ടുനായ്ക്കൾ. ആരാണ് ഏറ്റവും ക്രൂരമായി നമ്മെ കൊല്ലുക എന്നറിയാമോ അനീറ്റ? മോഹൻ എപ്പോഴോ ചോദിച്ചു. കരടിയാണോ? അല്ലല്ല, മോഴ. കൊമ്പില്ലല്ലോ മോഴയ്ക്ക്. ആ ദേഷ്യം കൂടി തീർക്കേണ്ടേ അതിന്? ചവിട്ടി അരയ്ക്കും. നിന്റെ ഒരു കാലിൽ ചവിട്ടിപ്പിടിച്ച് മറ്റേക്കാൽ തുമ്പിക്കൈ കൊണ്ട് പിടിച്ച് ഒരൊറ്റ ചീന്താണ്. അയ്യോ, എന്നെയോ? നിന്നെ അല്ലെങ്കിൽ അതിന്റെ മുന്നിൽ കിട്ടുന്ന ആരെയും ഭയക്കണം ആനകളിലെ ഭിന്നലിംഗക്കാരെ. ശരി ശരി, മോഴയുടെ വഴിയിൽ ചെന്നുപെടാതെ നോക്കാം ഞാൻ, പോരെ? പുള്ളിപ്പുലി പതുങ്ങി വന്ന് മാനിനെ പിടിക്കുന്നതൊക്കെ മറയൂരിൽ തന്നെ കാണാം. മാട്ടുപ്പെട്ടി, ദേവിക്കുളം, ചിന്നക്കനാൽ, കുണ്ടള എന്നിവിടങ്ങളിൽ എവിടെയെങ്കിലും എപ്പോഴും ഒരൊറ്റയാൻ ചിഹ്നം വിളിക്കുന്നതായി കേൾക്കാം. കരടിയും കടുവയും കുറവാണ്. എന്നാലും ഈയിടെ ഒരാനയെ അടിച്ചു കൊന്നതിന് ശേഷം ഏതാനും ദിവസം കൊണ്ട് ആ ശരീരത്തിലെ നല്ല മാംസം മുഴുവൻ തിന്നു തീർത്തല്ലോ ഒരു കടുവ. കടുവ പിന്നത്തേക്കായി നീക്കിവച്ച ഇറച്ചി മറ്റു മൃഗങ്ങളൊന്നും തൊടില്ല പോലും. അങ്ങനെയാണെങ്കിൽ കടുവയല്ലേ പുഷ്പയെയും തിന്നത്? അപ്പോൾ ആ പൊക്കിളും തിന്നു കാണും അല്ലേ? ഉവ്വോ, പൊക്കിൽ തിന്നാൻ പറ്റുമോ? വേറിട്ട് നിൽക്കുന്ന ഒരു അവയവമല്ലല്ലോ അത്. അവയവമല്ലായ്മയല്ലേ? ഉഴവൻ എന്ന തമിഴ് ചിത്രത്തിൽ പെണ്ണല്ല പെണ്ണല്ല ഊതാപ്പു എന്ന് പ്രഭു വർണ്ണിച്ചു പാടുന്നത് ഭാനുപ്രിയയെക്കുറിച്ചല്ല. ഭാനുപ്രിയയോട് തന്റെ പ്രേയസി എങ്ങനെയുള്ളവളാണ് എന്ന് വ്യാഖ്യാനിക്കുകയാണ് പ്രഭു. അതേമാതിരി നിനക്കും ആവാമായിരുന്നു. എന്റെ മുന്നിൽ വന്നു നിന്നിട്ട് ഒരു പാട്ട് മോഹൻ. അത് അവന്റെ ഭാഷയിൽ തന്നെ ആയിക്കോട്ടെ. സുന്ദരിയായിരുന്നു പുഷ്പ, സാധാരണ നോട്ടത്തിലും അല്ലാതെയും. ഇപ്പോൾ പക്ഷേ അത്തരം സൗന്ദര്യ സങ്കല്പങ്ങളെ എതിർക്കുന്നവരുണ്ട്. പൊക്കക്കുറവിനെ മാത്രമാണ് ഇപ്പോൾ പരിഹസിക്കുക, പാടുക എന്ന് തോന്നുന്നു. പണ്ടുകാലത്ത് സിനിമയിൽ അന്നത്തെ മുഖ്യ നായികമാരായിരുന്ന ഷീല, ലക്ഷ്മി, ആയിഷ എന്നിവരൊക്കെ ആദിവാസി സുന്ദരിമാരായി അഭിനയിച്ചിരുന്നു. അനീറ്റ, നിനക്ക് ഏതെങ്കിലും നടിയുടെ ഛായയുണ്ടോ? നിന്റെ കുട്ടിക്ക് ആരുടെ ഛായയാണ് എന്നാണ് നീ പറയാൻ വന്നത്? ഞാൻ എൻ്റെ ചോദ്യം ചെറുതായി ഒന്ന് മാറ്റാം.
അനീറ്റ, എടി, നിനക്ക് ആര്യയുടെ ചായ ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കാനാണ് നീ ആഗ്രഹിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് നിന്റെ ഉദ്ദേശം? ലക്ഷ്മി ഷീലയൊക്കെ ആദിവാസി സ്ത്രീയായി നടിച്ചത് ശരിയല്ല എന്ന് സ്ഥാപിക്കലാണോ? അതാണ് ഇപ്പോഴത്തെ കുഴപ്പം. ഒന്ന് മറുത്തുമുറിച്ച് അങ്ങോട്ട് മിണ്ടാൻ വയ്യ എന്നായി. പിന്നെ സൂര്യ, ഗോമതി, മാധുരി എന്നിങ്ങനെ ചിലർ വന്നിട്ടുണ്ട് കേട്ടോ പിൽക്കാലത്ത്. അത് വിസ്തരിച്ചുകൂടാ. മടുത്തിട്ടെന്ന പോലെ മോഹൻ മുഖം തിരിച്ചു. നിനക്കെല്ലാം തമാശയാണ് അനീറ്റ. ഛേ, പിന്നെ വെറുതെ വീർപ്പുമുട്ടി ഇരിക്കണോ ഞാനും? മോഹൻ ഒന്ന് വിട്ടുപോയി. ഉയരും നാം നാടാകെ എന്ന പടത്തിൽ സബാൾട്ടൻ ഹീറോ ആവുമ്പോൾ ലാലേട്ടൻ എന്ന നടന് എന്തൊരു ദുർമേധസ്സായിരുന്നു. മോഹൻ മുരണ്ടു. പെമ്പിളയാണെന്ന് കരുതി ജാസ്തി നെഗളിക്കാതെ. അതെ അതെ, പെമ്പിളയൊരുമൈ. അവൾ ഓർത്തു. ചർച്ച ചെയ്തു നോക്കിയാൽ ലോക ചരിത്രത്തിലെ തന്നെ ഒരു വലിയ സംഭവമായിരുന്നില്ലേ ആ കലാപം. പക്ഷേ വേഗം അത് വർത്തമാനത്തിൽ നിന്ന് മാഞ്ഞുപോയി. മഹത്തായ 70കളിൽ തന്നെയാണല്ലോ ആദിവാസികളെ സംസ്കരിക്കാനായി സർക്കാർ തുനിഞ്ഞിറങ്ങി തുടങ്ങിയത്. ഇടയ്ക്കുണ്ടായ ഗതികേട് നോക്കുക. ഒരു കുടിയിൽ നരബലി നടക്കുന്നുണ്ടെന്ന് കിംവദന്തി പ്രചരിക്കുകയാണ് പെട്ടെന്ന്. ഉടനടി നടപടിയെടുക്കണമല്ലോ നിയമം. അവിടേക്കായി പ്രത്യേക നിയമപാലകരെ അയക്കുന്നു സർക്കാർ. ആകെ ആശയക്കുഴപ്പം. അവർ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. റിപ്പബ്ലിക് എന്നതിൽ പെടുമല്ലോ അവരും. ഹോ, എന്തൊരു ഉത്കണ്ഠ. അനീറ്റ, നാട്ടിൽ പൊതുസമൂഹം എന്നൊരു സാധനമില്ലേ? അതിൻ്റെ പോലും അഭീഷ്ടം ആദിവാസികളും ദരിദ്രരും എല്ലാം കഥാവശേഷരാവണമെന്നാണ്. മ്യൂസിയം മതി എല്ലാവർക്കും. പ്രാകൃതർ ഉപയോഗിച്ചിരുന്ന പാത്രവും കഞ്ഞിയും അമ്പും പ്രതിമയുമെല്ലാം ചില്ലുകൂട്ടിൽ പ്രദർശിപ്പിക്കാം. പിന്നെ നീ ഇപ്പോൾ പാട്ട് റെക്കോർഡ് ചെയ്യുന്നതും അതിനല്ലേ? എന്നെ വെറുതെ വിടും മോഹൻ. അതെങ്ങനെ? നീയും അതിന്റെ ഭാഗമല്ലേ. അല്പം അനുകമ്പ ഉണ്ടായിപ്പോയതുകൊണ്ട്, അതുകൊണ്ട് മാത്രം നീ ആലംബഹീനർക്കു വേണ്ടി വാദിക്കുന്നു എന്നല്ലേ ഉള്ളൂ. പതിതർ എന്ന് പറ. മോഹൻ പറഞ്ഞില്ല, പക്ഷെ പാടി. പുന്നാരമോലും നിൻ മൊഴി മധുരം, നിൻ മുളം കുഴലിലെ തേനിനില്ല. പടരും ഞാൻ നാടാകെ. നാടാകെ അതൊക്കെ എന്തായാലും. പുഷ്പ പോയി. അവന് കണ്ടു കൊതിതീർന്നിരുന്നില്ല. അതിനു മുമ്പ് അവളെ സാപ്പിട്ടു കടുവ. ബാലസാഹിത്യം പറഞ്ഞാൽ കടുവച്ചാര്. കടുവച്ചാർക്ക് അങ്ങനെ വിവേചനമൊന്നുമില്ലല്ലോ. വിശന്നിരിക്കുമ്പോൾ 2 കുടികൾക്കിടയിലെ കാട്ടുവഴിയിലൂടെ ഒരു മനുഷ്യ സ്ത്രീ നടന്നു വരുന്നത് കണ്ടു. ഒരു മസ്രണാങ്കിയല്ലേ, ജീവിച്ചോട്ടെ എന്നൊന്നും മൂപ്പർക്ക് തോന്നിയില്ല. ഒറ്റയടിക്ക് മുഴുവനും തിന്നു തീർത്തു അവളെ എന്ന് സംശയമുള്ളൂ. തോന്നാമല്ലോ ആർക്കും അങ്ങനെ ഒരു ജിജ്ഞാസ. ഒറ്റയടിക്കോ അതോ 2ഓ 3ഓ പ്രാവശ്യമായിട്ടാവുമോ ആ ഹിംസ്രമൃഗം അവളെ തിന്നു തീർക്കുക എന്ന്? ഒറ്റ ഒരാളല്ലേ കടുവച്ചേട്ടൻ. കഴുതപ്പുലികളുടേതുപോലെ കുറെ പേർ ചേർന്നുള്ള സംഘഗാനമല്ലല്ലോ. കടുവയുണ്ടെന്നറിഞ്ഞാൽ സൂക്ഷിക്കേണ്ടതുണ്ട്. കുറെ കാലമായി ശ്രുതി പരന്നിരുന്നല്ലോ അവിടെ. നായ്ക്കളുടെ എണ്ണം കുറയുമ്പോൾ അറിയാമത്. എന്തേ പുഷ്പ മനസ്സിരുത്തിയില്ല? ഞാൻ ഇന്നും ചോദിക്കണമെന്ന് വിചാരിക്കും മോഹൻ. ഇവിടെയെല്ലാം എന്തുമാത്രം നായ്ക്കളാണ്. അവർ കാവൽക്കാരാണ് എന്നറിയാം എനിക്ക്. അത് ശരി, പക്ഷേ എന്തുകൊണ്ട് പൂച്ചകളില്ല ഇവിടെ? ഓമനിക്കണമെന്നില്ലേ നിങ്ങൾക്ക് പൂച്ചയെ?